വണക്കം അനേവർക്കും വണക്കം ചെന്നൈ. സോ തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ തലസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിൽ തന്നെ 4ാമത്തെ നഗരം, മെട്രോ നഗരം എന്നറിയപ്പെടുന്ന ചെന്നൈയിലെത്തി. അവിടുത്തെ നല്ല മീൽസ് കഴിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു 34ാമത്തെ ഏറ്റവും വലിയ ഒരു വലിയ നഗരമായിട്ടാണ് നമ്മുടെ ചെന്നൈ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് ഈ ഒരു വെജ് മീൽസ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടാനാണ് സത്യം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. ചെന്നൈയിലായതുകൊണ്ടും ഈ നഗരത്തിന് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഇവിടുത്തെ പ്രധാന ഭക്ഷണമായിട്ടുള്ള വെജിറ്റേറിയൻ മീൽസ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പാരമ്പര്യം. അപ്പോൾ ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ പാരമ്പര്യം, ഇവിടുത്തെ നഗര സമുച്ചയം, ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പരിപ്പോടെ കിട്ടി. അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഭയങ്കര രസം തന്നെയാണ്. ചൂടാണ് ചെന്നൈയിൽ. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും തമിഴ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പൂക്കൾ ഇങ്ങനെ എല്ലാവരും തലവെച്ചെടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഫീലാണ്. എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ മറീന ബീച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നീളം കൂടിയ കടൽ തീരം. നമ്മളിങ്ങനെ വിമാനം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണാം ചെന്നൈയിലേക്ക്. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ബീച്ചിൻ്റെ അവിടെ ഇങ്ങനെ കിടന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ തമിഴ് ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ. തമിഴ് പാട്ടുകൾ, തമിഴ് സിനിമകൾ, തമിഴ് സിനിമയുടെ ആസ്ഥാനവും ചെന്നൈ തന്നെയാണ്. അപ്പോൾ ചെന്നൈയിൽ വെച്ചിട്ട് നല്ല ഫുഡൊക്കെ വെച്ചിട്ട് ഇത്രയും വലിയ പപ്പടമൊക്കെ വെച്ച് ഞാൻ കഴിക്കാൻ പോകണം. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ബൈ. ചെന്നൈയിൽ ഒരു പിടി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ. ആവി പറക്കുന്ന ചോറ്.